ഓക്കെ, വീക്കെൻഡാണ്. P&L ഷെയർ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, ഇന്ന് 25 സമയം 3:30. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്വന്തം ഐഡിയ ആണ്, ഇനി അതാരും ചോദിച്ച് വരണ്ട. ഓക്കെ, ഇതിൻ്റെ അകത്ത് P&L ആണ്. പൊസിഷൻസ് ഓക്കെ, ഫണ്ട്സ് എടുത്തു, ഫണ്ട്സ് സ്റ്റേറ്റ്മെൻറ്റ്, റിപ്പോർട്ട്സ്, P&L, ഇവിടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. ഞാൻ 3 മാസത്തെ എടുക്കുന്നത്, ഏപ്രിൽ മുതൽ എടുക്കുന്നുണ്ട്. ഏപ്രിൽ 1 മുതൽ ജൂൺ 25 വരെയാണ്. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏപ്രിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു 4 ദിവസം ട്രേഡ് എടുത്തിട്ടുള്ളൂ. മെയിൽ ഒരു 5 ദിവസം. അത് ഇവിടെ, അതായത് ഈ ഒരു ടൈമിലൊക്കെ ഈ ഞാൻ എയ്തർ ഐ വാസ് യൂസിങ് ശൂന്യ, അത് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. ഇവിടെ പിന്നെ കാര്യമായിട്ട് ഇത് സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്യായിരുന്നു. ഇത് ചെയ്യുന്ന സംഭവം പ്രോഫിറ്റ് ആവില്ല എന്നുള്ളൊരു പേപ്പർ ട്രേഡിങ് മാത്രം ഉണ്ടായിരുന്നു, ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ലോട്ട് വെച്ചിട്ട് ആദ്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഈ 3 ദിവസം കിട്ടിയ പ്രോഫിറ്റ് 4ാം ദിവസം ലോസ് ആയപ്പോഴത്തേനും അവിടെ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്തു. വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ബാക്ക് ടെസ്റ്റ് ചെയ്ത് ചെറിയ ഇംപ്രൂവൈസേഷനൊക്കെ നടത്തി അങ്ങനെ വീണ്ടും ഇവിടെ നിന്നാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓൾമോസ്റ്റ് ഇപ്പം കറക്റ്റ് ഒരു എനിക്ക് തോന്നുന്നു ഇപ്പം എത്രയായി, 5, 10, 15, 20, 22, ഓക്കെ 22 ട്രേഡിംഗ് ഡേയ്സ് ആണ്. അതിൻ്റെ അകത്ത് 3 ദിവസമാണ് ലോസ് വന്നിട്ടുള്ളത്. ടോട്ടൽ പ്രോഫിറ്റ് വന്നിട്ട് 1.2 lakh ആണ്. ക്യാപിറ്റൽ 40,000 ആണ് യൂസ് ചെയ്യുന്നത്. ഡിപ്ലോയ്ഡ് ക്യാപിറ്റൽ, റിസർവ്ഡ് ക്യാപിറ്റലായിട്ട് 1 ആണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഒരു അഡീഷണൽ 1 കൂടെ ചേർത്തിട്ട് ഇപ്പം മൊത്തം 2 lakh റിസർവ്ഡും അതുപോലെ ഡിപ്ലോയ്ഡ് ക്യാപിറ്റലും രണ്ടും ചേർത്ത് 2 lakh ആണ് ഇപ്പം മാറ്റി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അത് കഴിഞ്ഞ ദിവസം മുതലാണ് ഈ 2 lakh മാറിയത്. അതുവരെ 1 lakh തന്നെയാണ്, 60,000 ആണ് റിസർവ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ 1 lakh ആണ് ഓപ്ഷൻ ബൈങ്ങിന് വേണ്ടി യൂസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് 40,000 വെച്ചിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. ബാക്കിയുള്ളത് റിസർവ്ഡ് ക്യാപിറ്റലാണ്. ഇൻ കേസ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ലോസ് വന്നപ്പം അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാനും വീണ്ടും നെക്സ്റ്റ് ഡേ ട്രേഡ് എടുക്കാനും വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം 1.2 lakh 58,000 രൂപയോളം ബ്രോക്കറേജും ടാക്സ് ആയിട്ട് പോയിട്ടുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ബ്രോക്കറേജ് മാത്രം 19,680 വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൽപ്പിംഗ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്താണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേ ബി വി ഹാവ് ടു ടേക്ക് ലൈക്ക് 7, 8, 9, 10 ട്രേഡ്സ് ഇൻ എ ഡേ. ചിലപ്പോൾ ഒരു 1 or 2 hours ചിലപ്പോൾ എടുക്കേണ്ടി വരും. അത് ഈ പറഞ്ഞ പോലെ അവിടെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്ത ക്യാൻഡിൽ പോകും എന്നൊരു എക്സ്പെക്ടേഷനിലാണ് എടുക്കുന്നത്. പക്ഷേ നമ്മൾ സ്റ്റോപ്പേഴ്സ് വയ്ക്കുമ്പോൾ സ്റ്റോപ്പേഴ്സ് ഹിറ്റ് ആവും, വീണ്ടും ട്രേഡ് എടുക്കും. അതാണ് ആ സിസ്റ്റം, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കേണ്ടതായിട്ട് വരും. സ്കാൽപ്പിംഗ് ആണ് ചെയ്യുന്നത്, പൊസിഷണലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബ്രോക്കറേജ് കൂടും. പ്രത്യേകിച്ച് സെറോദയിലാണെങ്കിൽ പെർ ട്രേഡ് 20 rupees, പെർ ട്രേഡ് 20 rupees ചാർജ് വരുന്നുണ്ട്. അതായത് ഒരു ട്രേഡ് നമ്മൾ എൻട്രി എക്സിറ്റ് ചെയ്യുമ്പോൾ 40 rupees ബ്രോക്കറേജ് മാത്രം പോകും. ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ അറിയാലോ, നമ്മുടെ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സെക്യൂരിറ്റീസ് ആൻഡ് ട്രാൻസാക്ഷൻ ചാർജ് ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഈ സെക്യൂരിറ്റീസ് ആൻഡ് ട്രാൻസാക്ഷൻ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നമുക്ക് ലോങ് ടൈം പ്രോഫിറ്റിനാണ് ടാക്സ് ഉണ്ടായിരുന്നുള്ളൂ. ലാഭം കിട്ടിയ ടാക്സ് കൊടുത്താൽ മതി. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഈ ടാക്സ് പിടിക്കും. ഇതിൻ്റെ പുറമെ നമ്മൾ വീണ്ടും മറ്റേ ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇപ്പോൾ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ടാക്സിനൊക്കെ പുറമെ തന്നെ വീണ്ടും നിങ്ങളൊരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ പ്രോഫിറ്റിലാണ് വരുന്നുണ്ടെങ്കിൽ അതിന് 30% സംതിങ് മറ്റോ ടാക്സും വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഡിപ്പെൻസ് ഓൺ യുവർ ടാക്സ് ബ്രാക്കറ്റ്. അതിനെപ്പറ്റി കറക്റ്റായിട്ടുള്ള അറിവ് എനിക്കില്ല. അത് അറിവുള്ളവരോട് ചോദിക്കുന്നതായിരിക്കും കുറച്ചൊരു ബെറ്റർ. പക്ഷേ എൻ്റെ അറിവ് പ്രകാരം ഇങ്ങനെയാണ്, എൻ്റെ ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഇത്രയാണ് ചാർജസ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 62,000 ആണ്. 62,578. അതായത് ഒരു 40,000 വെച്ചിട്ട് 62,000 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 156% അറൗണ്ട് റിട്ടേൺ ഉണ്ട്. ഓക്കെ, അത് ഓൾമോസ്റ്റ് ഒരു മാസം കൊണ്ട് ഉള്ളൊരു പ്രോഫിറ്റാണ്. അത് അടുത്ത മാസം ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഫിറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അടുത്ത മാസം ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, സപ്പോർട്ടിങ് ആയിരുന്നത് കൊണ്ടാണ്. നെക്സ്റ്റ് മന്ത് എന്താണെന്ന് അറിയില്ല. എന്താണേലും
ഇങ്ങനെയാണ് ഈ ഒരു ഇതുവരെയുള്ള, അതായത് ഇതിപ്പം 3rd വീക്കാണ്, ഇതുവരെയുള്ള P&L ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്കെൻഡിൽ ഇതുപോലെ തന്നെ വീണ്ടും P&L ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ദെൻ.